മഹാശക്തി മഹാപരമേശ്വരിയുടെ മീനഭരണി ഉത്സവം എന്ന് പറയുന്നത് ദാരികനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് മീനഭരണി. കുംഭഭരണിക്ക് നമ്മൾ 2 വൃത്താകൃതിയിൽ ഇന്നലെ മൂടപ്പെട്ട ബലിക്കല്ല് ധർമ്മക്കല്ല് ആ സംവിധാനം മലയൻ തട്ടാൻ എന്ന് പറഞ്ഞ ആചാര സമ്പ്രദായത്തിലുള്ള ഒരാൾ പട്ടും താലിയും സമർപ്പിച്ച് ക്ഷേത്ര സമുദായങ്ങൾ ചെയ്ത് അതിനെ കൊടി കയറി കഴിഞ്ഞാൽ പിന്നെ പ്രധാന ഉത്സവം തിരുവോണ നക്ഷത്രമാണ്. ആ തിരുവോണ നക്ഷത്രത്തിൽ യുദ്ധം മുറുകി തച്ചോളി തറവാട്ടിൽ നിന്നും 3 ബലിപ്പക്ഷിയെ, അതായത് കോഴിയെ കൊണ്ടുവരികയും ഇവിടുത്തെ കൊടുങ്ങല്ലൂർ ഭഗവതി വീട്ടുകാർ 2 വൃത്താകൃതിയിലുള്ള 2 കോഴി കുഴിച്ചിട്ട് അതിലേക്ക് ഈ ധർമ്മക്കല്ലും ബലിക്കല്ലും കൂടി മണൽത്തിട്ടുണ്ടാക്കി അതിൻ്റെ മുകളിൽ പട്ട് വിരിച്ചു കഴിഞ്ഞാൽ കവളാചാര സമ്പ്രദായമായ ബലി നിരോധനമൊക്കെ സംഭവിച്ച കാലഘട്ടത്തിൽ പണ്ട് കോഴിനെ ഇറക്കുമായിരുന്നു. ഇപ്പോൾ കോഴിനെ എറിയലാണ് ആ സംവിധാനം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ കേരളത്തിലെയും 4 സംസ്ഥാനങ്ങളിലെയും കോമരക്കൂട്ടങ്ങളും അത് ദാരികൻ്റെ രക്തം വീഴുമ്പോൾ ഓരോ ദാരികനാവാന്ന് പറയാം. അപ്പോൾ ഇതിൽ ശരിക്കും ഭൂതാദി ഗണങ്ങളായിട്ടാണ് വരുന്നത്. ഭഗവതി യുദ്ധത്തിൽ മുറുകുന്നത് രേവതി നക്ഷത്രത്തിലാണ്. രേവതി നക്ഷത്രത്തിലാണ് ഭഗവതി ദാരികനുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുക. അതിന് മുന്നിലുള്ള യുദ്ധകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മയുടെ പ്രജകളായിട്ട് വരുന്ന, അമ്മയുടെ സമ്പ്രദായങ്ങളായിട്ട് വരുന്ന കോമരങ്ങളും അതുപോലെ വെളിച്ചപ്പാടന്മാരും. ഇവിടെ ശരിയായ വെളിച്ചപ്പാടില്ല. വെളിച്ചപ്പാടിൻ്റെ സമ്പ്രദായം ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായില്ല. ഇവിടെ അത് കഴിഞ്ഞാൽ കൊടി കയറി കഴിഞ്ഞാൽ ഇവിടെ വേണാട് കൊടികൾ കാട്ടുന്ന ഇടമൂക്ക് മൂപ്പന്മാരാണ്. ഇദ്ദേഹം ഒരു സ്ഥാനീയനാണ്. ഇടമൂക്ക് മൂപ്പന്മാരാണ് ഇവിടെ കൊടികൾ കെട്ടിയിട്ട് യുദ്ധം കാഹളം മുഴക്കാൻ വേണ്ടിയിട്ട് കൊടി കാട്ടുന്ന ആൾ. കാണുമ്പോൾ അഴകൊന്നുമില്ലെങ്കിലും ഇദ്ദേഹത്തിനാണ് ആ പാരമ്പര്യ അവകാശം കിട്ടിയിരിക്കുന്നത്. ഇവിടെ ചെട്ടി പതനം പിഴ എല്ലാവർക്കും ഉടേതായ തമ്പുരാട്ടി എന്നാണ് പറയുക. അപ്പോൾ ഈ തിരുവോണമായ ഇന്നലെ തൊട്ട് യുദ്ധം മുറി. ഇനി രേവതിക്ക് മിക്ക നാട്ടിൽ നിന്നും കോമരങ്ങളും കോമരൂപ്പങ്ങളും ഈ പ്രാന്തപ്രദേശത്ത് മുഴുവനും വീടുകളായിട്ടും സ്കൂളുകളായിട്ടും ഹാളുകളായിട്ടും ഒരുപാട് പേര് തിങ്ങി അവരവരുടെ കുലാചാരമായ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുലാചാരമാണ് ഇവിടെ സംഗതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുലാചാരമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുങ്ങല്ലൂർ കാവിലമ്മയ്ക്ക് ഉള്ളത്. കൊടുങ്ങല്ലൂർ കാവിലമ്മ എന്ന് പറയുന്നത് സർവ്വദേവതകളുടെയും ദേവതയാണ്. നാരീനരന്മാരുടെ ചോരകൾ കൊണ്ട് മൂക്കുന്ന കാവ് ശ്രീകുരുംബക്കാവ്, സർവദേവദേവതകളുടെയും ദേവതയായ ശ്രീ മഹാധിപരാശക്തി കൊടുങ്കാളിയൂരിൽ വസിക്കും ഇടമാണ് ഇവിടം. സൃഷ്ടി സംഹാരം ജ്ഞാനദേവതയായി കുടികൊള്ളും മഹാപരമേശ്വരി. കോമരക്കൂട്ടങ്ങളും മൂപ്പന്മാരും അനുഗ്രഹീതമായിട്ട് പോകുന്ന ഈ കാവിലെ അഭയഭൂമിയാണ്. സർവ്വദേവതകൾക്കും അഭയം, ഈശ്വരന്മാർക്ക് അഭയം കൊടുത്ത ഈ ഭൂമിയിൽ, ഈ സമയത്ത് ഈ നിണം ചാർത്തുന്ന ഈ ഭൂമിയിൽ മറ്റ് പൂജാതി കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഭൂമിയിൽ ആളുകൾ വന്നു ഉറഞ്ഞാടുന്ന രക്തത്തിൽ ചവിട്ടിപ്പോയാൽ തന്നെ സർവപാപമോചനവും സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന മീനഭരണി ആശംസകൾ ഓരോ ഭക്തരോടും നേർന്നുകൊണ്ട് ഈ എളിയദാസൻ്റെ നമസ്കാരം. പിന്നെ ഇവിടെ ഒരു കാവലിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഒരു നിഴലിരിക്കണേ. സാറിന്റെ വീഡിയോ കണ്ടിട്ട് മുന്നേ അത് അപ്പോൾ പറഞ്ഞാൽ പോലെ അതെങ്ങനെയാണ് അതിൻ്റെ ഇത്? പിന്നീട് പറഞ്ഞാൽ പോലെ. കുഴപ്പമില്ല, എപ്പോഴേലും വരും. ഓക്കെ, താങ്ക് യു.